ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ് ആൻഡ് ജമീസ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് EVS പഠിക്കാം അല്ലെ. അപ്പൊ നമ്മുടെ EVSന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ അറിയാം, ധാരാളം ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. വൺ ബൈ ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സ് നമ്മൾ ഇതാ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ 8th ചാപ്റ്റർ ആയിരുന്നു എ ട്രീറ്റ് ഫോർ മൊസ്കിറ്റോ എന്ന് പറയുന്ന ഒരു യൂണിറ്റ്. അതിൽ നമ്മൾ കൂടുതലായിട്ടും പഠിക്കുന്നത് നമ്മുടെ മൊസ്കിറ്റോസ്, അവ മൂലം സ്പ്രെഡ് ആവുന്ന കുറച്ച് ഡിസീസസ്, ആ ഓരോ മലേറിയ എന്ന് പറയുന്ന ഒരു ഡിസീസിനെ പറ്റിയൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഒന്നാമത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് എനി ഡിസീസ് സ്പ്രെഡ് ബൈ എ ഗിവൺ ക്രിയേച്ചർ. താഴെ കാണുന്ന ആ ഒരു ജീവി കാരണം ഉണ്ടാവുന്ന രോഗത്തിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു രോഗം നമുക്കറിയാം, മലേറിയ ആണ് അല്ലെ. അതുകൂടാതെ ധാരാളം രോഗങ്ങളുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു 3 ഡിസീസിന്റെ പേര് നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. ഏതൊക്കെയാണോ? ഒന്ന് മലേറിയ, അതുപോലെ തന്നെ നമ്മുടെ ഡെങ്കിപ്പനി എന്ന് പറയുന്നു, അതുപോലെ തന്നെ ചിക്കൻ ഗുനിയ. ഇത് 3ഉം നിങ്ങൾ നോട്ട് ചെയ്യുക. ഇനി നമുക്ക് മലേറിയനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പാഠഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ മലേറിയക്ക് വരുന്ന സമയത്ത് ആദ്യകാലത്ത് അവരെങ്ങനെയായിരുന്നു അതിനെ ചികിത്സിച്ചിരുന്നത്? യെസ്, ഈ കാണുന്ന ഈ ഒരു പ്ലാന്റിന്റെ ആ ഒരു ബാർക്ക് ഉപയോഗിച്ചിട്ട്, അതായത് പൗഡേർഡ് പോർഷൻ ഓഫ് ദാറ്റ് ബാർക്ക്, അതായത് നമുക്കറിയാം ഈ ഒരു ചെടിയുടെ പേരാണ് നമ്മുടെ സിൻചോന എന്ന് പറയുന്നത് കേട്ടോ. ഈ സിൻചോയുടെ തൊലി ഇങ്ങനെ പൗഡർ ഫോമിലാക്കിയിട്ടായിരുന്നു പണ്ട് കാലത്ത് നമ്മുടെ മലേറിയയെ ആ ഒരു രോഗം വന്ന സമയത്ത് ചികിത്സിച്ചിരുന്നത്. പക്ഷെ ഇപ്പം ഈ ഇതിന്റെ തന്നെ മെഡിസിൻസും അവൈലബിൾ ആണ്. പക്ഷെ ഈ ഒരു പ്ലാന്റിന്റെ പേര് നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. ഇതിന്റെ ആ ഒരു ചിത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പൊ മെഡിസിൻ ഫോർ മലേറിയ എന്ന് പറഞ്ഞ ഏതൊക്കെയാണ്? ഫ്രം ഏർലി ടൈംസ് ദ ഡ്രൈഡ് ആൻഡ് പൗഡർഡ് ബാർക്ക് ഓഫ് ദി സിൻചോന ട്രീ വാസ് യൂസ്ഡ് ടു മേക്ക് മെഡിസിൻ ഫോർ മലേറിയ. അപ്പൊ മലേറിയക്ക് ആദ്യകാലത്ത് യൂസ് ചെയ്തത് നമ്മുടെ സിൻചോന എന്ന് പറയുന്ന ആ ഒരു ട്രീയുടെ ആ ഒരു പൗഡേർഡ് ഫോമിലുള്ള അതിന്റെ ആ ഒരു തൊലിയായിരുന്നു. Earlier people used to boil the bark powder and strain the water which was given to patient. അതായിരുന്നു അവർ കൊടുത്തിരുന്നത്. ഇപ്പം അതിന്റെ തന്നെ, അതായത് ഈ ഒരു ട്രീയിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന മെഡിസിൻസ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഗുളിക രൂപത്തിലുള്ള അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് രൂപത്തിൽ നമുക്കിവിടെ ലഭ്യമാണ് എന്ന് ഓർത്തിക്കാം. ഇനി നമ്മൾ നോക്കുന്നത് ഈ പറയുന്ന കൊതുക് അല്ലെങ്കിൽ മൊസ്കിറ്റോസ് മാത്രമാണോ? അല്ല അല്ലെ. ഈ മൊസ്കിറ്റോസ്, അതുപോലെ തന്നെ ഹൗസ് ഫ്ലൈ, റാറ്റ്, അതുപോലെ തന്നെ ത്രൂ വാട്ടർ, ത്രൂ എയർ, ത്രൂ കോണ്ടാക്ട്, അങ്ങനെ വിവിധ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും നമുക്ക് രോഗം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ എന്തൊക്കെ രീതിയിലാണ് ഇങ്ങനെ ഡിസീസസ് സ്പ്രെഡ് ആവുന്നത്, അതുപോലെ തന്നെ അങ്ങനെ ഏതൊക്കെ ഡിസീസസ് ആണ് ഉണ്ടാവുന്നത്, ഇനി അതിനു വേണ്ടി എടുക്കേണ്ട ആ ഒരു പ്രിവെന്റീവ് ആയിട്ട് നിർത്തേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതും നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക കേട്ടോ. പ്രധാനമായിട്ടും നിങ്ങൾ പഠിക്കേണ്ട കാര്യം നമ്മുടെ മൊസ്കിറ്റോ തന്നെയാണ്, പക്ഷെ ഇതും നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പൊ ഈ ഒരു ടേബിൾ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ട്ബുക്കിൽ പകർത്തി എഴുതുക. ഇത് നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്രദമാവും. അത് മാത്രമല്ല, നമ്മുടെ ഡെയിലി ലൈഫിൽ ധാരാളം രോഗങ്ങൾ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, അവോയ്ഡ് വാട്ടർ സ്റ്റാഗ്നേഷൻ ആൻഡ് ഒബ്സർവ് ഡ്രൈ ഡേ. അതായത് ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നൊക്കെ ഒഴിവാക്കിയാൽ നമ്മുടെ കൊതുക് അല്ലെങ്കിൽ മൊസ്കിറ്റോസ് വളരുന്നത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഡ്രൈ ഡേ നമുക്ക് എന്താണ് ആചരിക്കാൻ വേണ്ടി പറ്റും. കൊതുകിന്റെ കേസ് അല്ലെങ്കിൽ മൊസ്കിറ്റോസിന്റെ കേസിലാണ് ഇപ്പം പറഞ്ഞത്. അതുപോലെ തന്നെ ഇതൊക്കെ എന്താണ്, ഇതുപോലെ തന്നെ ഹൗസ് ഫ്ലൈ, ഈച്ച വഴി, റാറ്റ് വഴി, വെള്ളത്തിലൂടെ, അതുപോലെ തന്നെ എയറിലൂടെ, കോണ്ടാക്റ്റിലൂടെ ഒക്കെ പകരുന്ന രോഗങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ നടത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ചെയ്ത് കൂടുതലായിട്ടുമുള്ള കുഞ്ഞു കുഞ്ഞു ക്ലാസ്സസും കുഞ്ഞു കുഞ്ഞു നോട്ട്സ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് സ്വന്തം ഈ ഒരു ചാപ്റ്ററിന്റെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതും നമ്മുടെ ക്ലാസ് 5 CBSE യൂട്യൂബ് ചാനൽ ഉണ്ടായിരിക്കും. എല്ലാവരും എന്ത് ചെയ്യുക, അത് പോയി കാണുക. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് ബാക്കി കാര്യങ്ങളും കൂടി സെറ്റ് ആക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.